മണാലി യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന 5 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റ് നമ്പർ 1, ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മണാലി. മണാലി യാത്ര ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? നമ്പർ 2, ഹൗ ടു റീച്ച് മണാലി. മണാലിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം? നമ്പർ 3, ഡ്യൂറേഷൻ ഓഫ് ദ ട്രിപ്പ്. എത്ര ദിവസം വേണം ഒരു മണാലി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? നമ്പർ 4, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പ്ലേസസ് ഇൻ മണാലി. നമ്പർ 5, ബജറ്റ് ഓഫ് ദ ട്രിപ്പ്. എത്രയാണ് മണാലി ട്രിപ്പിന്റെ ബജറ്റ്? ഈ 5 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് മുജീബ്. ട്രാവൽ പ്ലാന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മണാലി. മണാലി വിസിറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? നവംബർ ടു ഫെബ്രുവരി മന്താണ് മണാലി കാണാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം. കാരണം ഇത് വിന്റർ ടൈമാണ്. മഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്നവർ, റിയൽ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, തണുത്ത ക്ലൈമറ്റ് ഇഷ്ടമുള്ള ആളുകൾ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടൈമിൽ വേണം മണാലി വിസിറ്റ് ചെയ്യാൻ. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മണാലി. പോയിന്റ് നമ്പർ 2, ഹൗ ടു റീച്ച് മണാലി. മണാലിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം? കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ട്രെയിനോ ഫ്ലൈറ്റോ കിട്ടത്തില്ല. നമുക്ക് ഡൽഹിയിലോ അല്ലെങ്കിൽ ചണ്ഡീഗഡോ ചെന്നിട്ട് വേണം മണാലിയിലേക്ക് എത്താൻ. ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ പോകാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോകാം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബജറ്റ്. ഡൽഹി ചെന്നിട്ട് വോൾവോ ബസ് ഉണ്ട് മണാലിയിലേക്ക്. എല്ലാ ദിവസവും രാത്രി വോൾവോ ബസ് ഉണ്ട്. വോൾവോ ബസ് കിട്ടുന്ന 2 പോയിന്റുകൾ, ഒന്ന് മജ്നു കാട്ടില, ഒന്ന് കാശ്മീർ ഗേറ്റ്. ഇത് പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് രാത്രി ഇഷ്ടംപോലെ ബസ്സുകൾ മണാലിയിലേക്ക് കിട്ടും. ടിക്കറ്റുകൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഓൺലൈൻ റേറ്റ്സ് സീസൺ അനുസരിച്ച് ഇതിന്റെ ചാർജസ്, താരിഫിൽ വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ സൈറ്റ് ബുക്കിങ്ങിനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോയിന്റ് നമ്പർ 3, ഡ്യൂറേഷൻ ഓഫ് മണാലി ട്രിപ്പ്. എത്ര ദിവസം കൊണ്ട് വേണം ഒരു മണാലി ട്രിപ്പ്